വലിയ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. എന്തായാലും SP-യുടെ നിർദ്ദേശപ്രകാരം എന്തായാലും പോലീസ് ഇപ്പോൾ അവിടെ നിന്ന് പിരിഞ്ഞു പോകാൻ തയ്യാറാകുന്നുണ്ട് എങ്കിൽ പോലും ഇത് അഭിഭാഷക കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതികരണം അത് ഇനിയും നടപടികൾ തുടരുമെന്നതാണ്. പോലീസ് കോടതിയുടെ ഉത്തരവ് നടപ്പിലാക്കാനായി ബാധ്യസ്ഥരാണ്, അത് സ്വാഭാവികമായിട്ടുള്ള നടപടിയാണ് ഇവിടെ ഉണ്ടായതെന്നാണ് പറയുന്നത്. നമുക്കറിയാം 100 വർഷത്തിലേറെ അവിടെ താമസിക്കുന്ന ആളുകളാണ് ഈ 7 കുടുംബങ്ങളും. തലമുറകളായി അവിടെ താമസിച്ചു വരുന്നവർ. അവർക്കെതിരെയാണ് ഇങ്ങനെ ഒരു അതിക്രമം ഉണ്ടായത്. സുപ്രീം കോടതിയുടെ ഉത്തരവ് പ്രകാരം അത് നടപ്പിലാക്കാൻ വന്ന അഭിഭാഷക കമ്മീഷനും പോലീസും ചേർന്ന് ക്രൂരത അഴിച്ചുവിടുന്ന സാഹചര്യം രൂക്ഷമായി മർദ്ദിക്കുകയാണ് ഉണ്ടായത്. ബലം പ്രയോഗിച്ച് അവരെ അവിടെ നിന്ന് മാറ്റാനായി ഉള്ള തയ്യാറെടുപ്പുകൾ, അവരെ ബലം പ്രയോഗിച്ച് പിടിച്ചു കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അർച്ചന വിവരങ്ങളുമായി തുടരുന്നുണ്ട്. അർച്ചന പറഞ്ഞോളൂ, തുടരാം. പക്ഷേ ഈ വലിയൊരു സംഘർഷാവസ്ഥ തന്നെയാണ് ആ സ്ഥലത്ത് ഉണ്ടായിരുന്നത്. സ്ത്രീകളെയും പ്രായമായവരെയും എല്ലാം തന്നെ ബലമായി പ്രയോഗിച്ച് മാറ്റി ജലപീരങ്കി അവർക്ക് നേരെ പ്രയോഗിച്ച് അങ്ങനെയാണ് ഇവർ പ്രതിഷേധക്കാരെ തടഞ്ഞതും ഒപ്പം ഇവിടെ കുടിയൊഴിപ്പിക്കാനായി ഇതിനകത്തേക്ക് കയറിയതും. എന്തായാലും വലിയ രീതിയിലൊരു പ്രതിഷേധം, സംഘർഷാവസ്ഥയാണ് നിലനിന്നത്. നേരത്തെ തന്നെ അവർ കർശനമായി പറഞ്ഞതാണ്, അല്ലെങ്കിൽ അവർ ഉറപ്പിച്ച് പറഞ്ഞതാണ്, തങ്ങളുടെ ജീവൻ മരണ പോരാട്ടമായിരിക്കും ഇത്, ജീവൻ പോയാലും ഈ സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്ന് പറഞ്ഞതാണ്. ആണയിട്ട് അവർ അഭിഭാഷക കമ്മീഷനോടും പോലീസിനോടും ആവർത്തിച്ച് പറഞ്ഞതാണ്. വളരെ സമാധാനപരമായി സമരം പോയതാണ്. പക്ഷേ ഇപ്പോഴിതാ ബലമായി പ്രയോഗിച്ച് മാറ്റിയിരിക്കുന്നു. ഇതുവരെ കാണാത്ത ഒരു പ്രതിഷേധവും അല്ലെങ്കിൽ ഒരു ബലമായി പ്രയോഗിച്ചുള്ള ക്രമസമാധാന പ്രശ്നങ്ങളും ഒക്കെയാണ് നമ്മളിവിടെ കണ്ടത്. 10 വർഷം LDF സർക്കാർ ഭരിച്ചിട്ടും ഇവർ നിരന്തരമായി സമരം ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയങ്ങളിലെല്ലാം പോലീസ് ഇവരുടെ കൂടി വികാരം കണക്കിലെടുത്തുകൊണ്ടാണ് ഇവിടെ നിന്ന് തിരിച്ചു പോയത്. അന്ന് ഇവർക്കൊപ്പമായിരുന്നു. പക്ഷേ ഇത്തവണ കണ്ട കാഴ്ച അതല്ല. ബലമായി അകത്തേക്ക് കയറി ഈ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും എല്ലാം തന്നെ മാറ്റി പ്രായമായവരെ അടക്കം ജലപീരങ്കി പ്രയോഗിച്ച് മാറ്റുന്ന കാഴ്ച അതിദയനീയമായ കാഴ്ച, മനുഷ്യത്വരഹിതമായ കാഴ്ചയാണ് നമ്മൾ ഇവിടെ കണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വൈകാര്യമായ ഒരു പ്രകടനം അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. സ്ത്രീകളെ അടക്കം ഇത്തരത്തിൽ വലിയ രീതിയിൽ ബലം പ്രയോഗിച്ചു പലർക്കും പരിക്കുണ്ട് എന്നാണ് പറയുന്നത്. ചേച്ചി, ബലം പ്രയോഗിച്ചു? ബലം പ്രയോഗിച്ച എല്ലാവരും ഞങ്ങളെ പെണ്ണുങ്ങളൊക്കെ അവരെ പിടിക്കാനുള്ള എന്താ അധികാരം അവർക്കുള്ള? ആരെ അധികാരം കൊടുത്താ? ഞങ്ങൾ ലേഡീസിനൊക്കെ ഉന്തി തള്ളി, ആവശ്യമില്ലാത്ത സ്ഥലത്തൊക്കെ ഉന്തി തള്ളി പിടിച്ച് അവർക്ക് ആരെയും അവകാശം കൊടുത്താരാ? അമ്മ എന്നെ ഉന്തിട്ട് എന്നെ ചെറുപ്പമായി ചവിട്ടിക്കുട്ടി അവർക്ക് ആരധികാരം കൊടുത്താ? ഈ പോലീസിനും ഞങ്ങളൊക്കെ പിടിച്ച് തള്ളി അധികാരം കൊടുത്താരാ? വീട്ടില് കള്ളപ്പുള്ളില്ല, ഇവിടെയല്ലേ കേസെടുക്കണ. ഈ പട്ടികൾ വീട്ടിലേക്ക് പോയാ, വീട്ടിൽ അറസ്റ്റ് ചെയ്യാൻ പോയെന്തിനാ ഈ പോലീസുകാരടക്കം ചോദിച്ചിട്ട് വിട്ടാൽ? ഞങ്ങളെ പത്തിയതേ കൊട്ടിയവർക്കാണ് പോലീസും നായരും ഓർത്തിട്ട് നായരിന് സ്ഥലം ഇല്ല. അങ്ങനെ നായരെ വീട് കേൾക്കാൻ പറ്റില്ല. ഇത് പുറം പോക്കാം. ഉപദ്രവിച്ചിട്ടുണ്ടോ പോലീസ്? പിന്നെ അവരെ ഉണ്ടിട്ട് പിടിച്ച് വലിച്ച് ആ വീട് ഉണ്ടിട്ട് അല്ല വീണ്ടും പോലീസ് ഇനിയും ഇനിയും വരും. ഉണ്ട്. ഉപദ്രവിച്ചോ പോലീസ്? പിടിച്ച് വലിച്ചു മാറ്റി കാല് പൊട്ടി. കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ? പ്രായമായവരും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. കാണുന്നത് ആ കുട്ടിയുടെ കാലിനേറ്റ പരിക്കാണ്. ഇത്തരത്തിൽ ഓരോ കുഞ്ഞുങ്ങൾക്കും അല്ലെങ്കിൽ പ്രായമായവർക്കും ഒക്കെ ഇങ്ങനെ ഓരോ ചെറിയ രീതിയിലുള്ള പരിക്കുകൾ ഏറ്റിട്ടുണ്ട്. തലയ്ക്ക് മുഴച്ച് കാണിച്ച ആളുകളുണ്ട്. അത്തരത്തിൽ പലർക്കും ഇതുമായി ബന്ധപ്പെട്ട് പരിക്കേറ്റിട്ടുണ്ട്. ജലപീരങ്കിയാണ് ഇവർക്ക് നേരെ പ്രയോഗിച്ചത്. ഒരു വലിയ കൂട്ടം പോലീസ്, 150-ലധികം പോലീസാണ് ഇവിടെ അതിക്രമിച്ച് കയറി ഇത്തരത്തിൽ ബലമായി പ്രയോഗിച്ചത്. മാത്രമല്ല ഈ കുഞ്ഞുങ്ങളും കുട്ടികളും പ്രായമായവരും ഒക്കെ ഇതിലുണ്ടായിരുന്നു. പ്രായമായവർ, ഹൃദ്രോഗികൾ, അസുഖബാധിതരായ ഒരുപാടധികം ആളുകളൊക്കെ ഇതിലുണ്ടായിരുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മോക്കടെ കാലിന്റെ ചവിട്ടി കൂട്ടി മോന്റെ കൈയുടെ ഉയർത്തന്നെ അടിച്ചിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്യും? ഞാനും ഒരാൾ നടന്നിട്ടുണ്ട് പണിക്ക്. വീട് അടിച്ചിട്ടുണ്ട് പോകാം, നമ്മൾ വീട് തുറന്നിട്ടുണ്ട് പോകാൻ പറ്റുമോ? അവർ പറയണ വീട്ടിൽ ആരും ഇല്ല, അതാണ് അടിച്ചിട്ടാണ് എന്നാണ് അവർ പറയണത്. ജോലിക്ക് പോണേ നമുക്ക് വീട് അടിച്ചിടാണ്ട് ജോലിക്ക് പോകാൻ പറ്റൂലല്ലോ. ഈ മക്കളെ നോക്കണ്ട, എനിക്ക് ഈ പിള്ളേരെ നോക്കണ്ട. ഞാൻ പണിക്ക് പോയിട്ട് അതുങ്ങളെ പഠിപ്പിക്കാനും ചെലവ് നടക്കണമെങ്കിൽ, അല്ലാണ്ട് ആരും ഇല്ല തരാനായിട്ട്. പോലീസ് ഇതുവരെ മടങ്ങി പോവുകയായിരുന്നില്ല, പക്ഷെ ഇത്തവണ ആക്രമിച്ച് കയറി അവർ നല്ല ഫോഴ്സോടുകൂടി അവിടെ തള്ളി എല്ലാവരും വീണ്, പിന്നെ ചവിട്ടൊക്കെ ചെയ്ത് വെള്ളം ഒഴിച്ച് ഫയർ ഫോഴ്സ് അടിച്ചിട്ട് എല്ലാവർക്കും ചെവിയിലൊക്കെ കടിച്ചിട്ട് ചെവിയൊക്കെ എന്തോ പോലെ ഇരിക്കണ. മണ്ണ് ഇങ്ങനെ ഇളകി താഴത്തേക്ക് അടിച്ചിട്ട് മണ്ണ് ഇളകി ചെവിയിലേക്കൊക്കെ കൊണ്ട് ചെവിയൊക്കെ അടഞ്ഞിരിക്കാം. ഇനിയും വരുന്ന ഒന്നും പറഞ്ഞിട്ടില്ല, ഞങ്ങൾക്ക് അറിയില്ല ഇനി വരുമെന്നൊന്നും അറിയില്ല. പക്ഷെ ഞങ്ങൾ ഈ നിലപാട് തന്നെയാണ്. കാരണം ഞങ്ങൾക്ക് പോകാൻ ഒരു സ്ഥലമില്ല പോകാൻ.
പക്ഷേ ഇത്തരത്തിൽ വളരെ ദയനീയമാണ് അവസ്ഥകൾ. കാരണം പലർക്കും പരിക്കേറ്റിട്ടുണ്ട്. ഈ ചേച്ചി കാണിക്കുന്നത് പോലീസിന്റെ ലാത്തി കൊണ്ട് അടിച്ച് പരിക്കേറ്റതാണ്. അവിടെ മുഴച്ചിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. മറ്റൊരു കുട്ടിയുടെ കാലുകൾക്ക് പരിക്കേറ്റ് അവിടെ നിന്ന് ചോര വരുന്നുണ്ട്. അത്തരത്തിൽ വിവിധ, അതായത് പ്രായമായവരും കുഞ്ഞുങ്ങളും സ്ത്രീകളും ഉൾപ്പെടെയുള്ള ആളുകൾക്കാണ് ഇത്തരത്തിൽ പരിക്കേറ്റത്. അവരെ ബലം പ്രയോഗിച്ച് ഇവിടെ നിന്ന് മാറ്റാൻ ശ്രമിച്ചു എന്നാണ് ഇവർ പറയുന്നത്. മാത്രമല്ല വലിയ രീതിയിൽ അവർ രാവിലെ തന്നെ ഇത്തരത്തിൽ തങ്ങൾ സംഘർഷാവസ്ഥ ഇങ്ങനെ പോയാൽ മരണം വരെ സഹിക്കും എന്ന രീതിയിലാണ് അവർ പറഞ്ഞിരുന്നത്. ചേച്ചി വലിയ രീതിയിൽ പരിക്കേറ്റു. പിന്നെ കാലിലൊക്കെ ചവിട്ടുണ്ട് മോളെ. ഞങ്ങൾ എന്ത് ചെയ്യാനും ചവിട്ടിയൊക്കെ പിടിച്ച് ഞങ്ങൾക്ക് മാറാൻ പറ്റുമോ? ഒരു രക്ഷയില്ല. ആ കൊച്ചുങ്ങളെയൊക്കെ പിടിച്ച് വലിക്കുന്നുണ്ട്. നമ്മൾ വെറുതെ വെക്കുക, പിടിച്ചു മാറ്റി. ഒരു കൊച്ചാണെങ്കിൽ വിശേഷമായിരിക്കുന്ന അതിനെ വലിച്ചിട്ടിച്ച് അതിനെ അവശതയാക്കി വേഗം ആശുപത്രി കൊണ്ടുപോയേക്കാം. ഇനി അതിനൊക്കെ ഞങ്ങൾ സമാധാനം കണ്ടെത്തണ്ടേ? അസുഖബാധിതരൊക്കെ ഈ സമരത്തിൽ ഉണ്ടായിരുന്നില്ലേ? എല്ലാവരും ഉണ്ട്. ഈ വീട്ടിലുള്ളവർ മാത്രമേ ഉള്ളൂ, പുറത്തുനിന്ന് ഒരു മനുഷ്യനില്ല. സഹായിക്കാൻ പോലും ഒരു മനുഷ്യനില്ല. കാണികളോടെ നിൽക്കണണ്ടല്ലോ ഇവിടെ അടുത്തുള്ള ആൾക്കാരൊക്കെയാ ഈ വന്നിരിക്കണം. ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇതിനൊന്നും വരൂല. ഒരു മനുഷ്യൻ, ഒരു കുഞ്ഞ് പറയില്ല ഞങ്ങൾ ഇത്ര വർഷം ഇവിടെ താമസിക്കാന്ന്. ഈ ഇവിടെയുള്ള ഒരു മനുഷ്യൻ പറയാറില്ല. അത് പറഞ്ഞെങ്കിൽ ഞങ്ങൾക്ക് ഈ അവസ്ഥ വരില്ലായിരുന്നു. അറിയാമോ? അമ്മ എന്തെങ്കിലും രീതിയിലുള്ള പരിക്ക് പറ്റിയോ? എനിക്കൊന്നും പറ്റിയിട്ടില്ല. പക്ഷെ ഇവിടെ അച്ഛനാണ് പറ്റിയേക്കണത്. അച്ഛനും വേറെ ആർക്കൊക്കെ പറ്റിയിട്ടുണ്ടെന്ന് അറിയില്ല. രണ്ട് കാലയിലും കയ്യിലും ഒക്കെ തൂക്കി പിടിച്ചാണ്, ഒരു ദാക്ഷിണ്യം ഇല്ലാണ്ടാണ് ആ മനുഷ്യനെ കൊണ്ടുപോയേക്കണത്. ഇവിടെ നല്ല പ്രായമുള്ള ഇവിടെ ഇട്ട് ചവിട്ടി കൂട്ടിയൊക്കെ ചെയ്തത്. അത് ഒരു മനുഷ്യത്വം. ഇവരും മനുഷ്യരല്ലേ. ഈ ഇട്ടേക്കണ സാധനം ഊരി കഴിഞ്ഞാൽ ഇവരും മനുഷ്യർ, സാധാ മനുഷ്യരല്ലേ. അവരുടെ തൊപ്പിയുടെ ബലമല്ലേ അവർക്കുള്ളത്, അല്ലാണ്ട് വേറൊന്നുമില്ലല്ലോ. അപ്പം അവരെന്ത് വേണം, അവർ മനുഷ്യരല്ലേ. ഈ ഇങ്ങനെ ഒരു പ്രായമായ മനുഷ്യനെ ഈ മാതിരി കാട്ടിക്കൂട്ടി കൊണ്ടുപോകുമ്പോഴും എത്ര ദാക്ഷിണ്യം ഇല്ലാത്തവരായിട്ട് വേണം ഇവരിങ്ങനെ ചെയ്യാനായിട്ട്. അതും കാലയിലൊക്കെ കമ്പിയിട്ടേക്കണം. കിഡ്നിക്ക് കംപ്ലൈൻ്റ് ഉണ്ട്, ഹാർട്ടിന് കംപ്ലൈൻ്റ് ഉണ്ട്. ആ മനുഷ്യനെ ഇവിടെ ഇട്ട് ചവിട്ടിച്ച് വലിച്ചഴച്ച് കൊണ്ടുപോയേക്കണത്. കൂടുതൽ അസുഖബാധിത സ്ത്രീകൾ, ചത്ത പട്ടീനെ തൂക്കി എടുത്തുകൊണ്ട് പോണ പോലെയാണ് അവരതിനെ കൊണ്ടുപോയേക്കണത്. അപ്പം എന്തൊരു മനുഷ്യരായിട്ട് വേണം. കാലകാലങ്ങളായിട്ട് ഇവിടെ ജീവിക്കണതല്ലേ. ഇതുങ്ങൾ എവിടെ ഇറങ്ങിപ്പോവും? ആ കൊച്ചുമക്കളാണെങ്കിൽ പാടില്ലാണ്ടായിട്ട് ഇത് അടുത്ത വീട്ടിൽ കൊണ്ടിരുത്തിയേക്കുക. ഇതുങ്ങളൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇട്ട് തീരുള്ളൂ. എല്ലാം ഇവരുടെ മുമ്പിലിട്ട് തീരുള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നും നടക്കാൻ പോണില്ല. എന്നിട്ട് അവർ പൊളിച്ചുകൊണ്ട് പോകുക, എന്തെങ്കിലും ചെയ്തോട്ടെ. പോയാലും ഇനിയും വരും എന്നാണ് പോലീസ് പറഞ്ഞത്. അവർ പറഞ്ഞേക്കണ അങ്ങനെയല്ലേ. അവർ ഇനിയും വരും. ഇനിയും വരുമ്പോൾ ഇത് തന്നെ അവസ്ഥ. ഞങ്ങൾക്ക് വേറെ സ്ഥലമുണ്ട് കയറി കിടക്കാൻ. ഈ പെരുവഴിയിലേക്ക് ഇറങ്ങി നിൽക്കാൻ പറ്റുമോ? ഈ പ്രായം ഇത് പാടില്ലാത്തത് കുഞ്ഞു പിള്ളേരെയൊക്കെ കൂടി ഇവിടെ കിടത്താൻ പറ്റുമോ റോട്ടിൽ? ആരെങ്കിലും ഈ നാട്ടുകാർ പോലും ഞങ്ങൾക്ക് ഒന്ന് സഹകരിക്കാൻ വന്ന് നിൽക്കണില്ല. അവരകലെ മാറി നിന്ന് ചിരിക്കല്ലാണ്ട്. അപ്പം ആരെയൊക്കെ കൊണ്ടുപോകണം, എങ്ങനെ കൊണ്ടുപോകണം എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള നിപ്പ് മാത്രമേ വരുള്ളൂ. അവര് പിടിച്ച് താഴെയിട്ട് വലിച്ചപ്പോ കഴുത്തിങ്ങനെ ഇറങ്ങിപ്പോയി. തൊണ്ടതാണ് ഭയങ്കര. പോലീസാണോ നിങ്ങളൊക്കെ പിടിച്ച് വലിച്ചത്? കയ്യേലും കാലേലും ഉടുപ്പയിലൊക്കെ പിടിച്ച് ഉടുപ്പ് ഇങ്ങനെ കയറിയിട്ട് ഇറങ്ങിപ്പോയ കഴുത്ത്. ഭയങ്കര ബുദ്ധിമുട്ട്, നെഞ്ചിനും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നടുവായിട്ട് ഇങ്ങനെയല്ലേ വീണ. അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ട്. ബലം പ്രയോഗിച്ചു പോലീസ്. പിടിച്ചു വലിച്ച് അവർ പിടിച്ച് ഇങ്ങോട്ട് വണ്ടിയിലിട്ട് കൊണ്ടുപോകാനാന്ന് തോന്നുന്നു പിടിച്ചു വലിച്ചായിരുന്നു. ഉള്ളവരൊക്കെ ഉണ്ടായിരുന്നില്ലേ കൂട്ടത്തിൽ? അസുഖമുള്ളവരൊക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ടായിരുന്നു. വീട്ടിൽ നോട്ടീസ് ഒട്ടിച്ചു? ഇല്ല, നോട്ടീസ് ഒട്ടിച്ചില്ല. നോട്ടീസ് ഒട്ടിക്കാൻ ഞങ്ങൾ സമ്മതിച്ചില്ല. ഇനിയും വരുന്നാണ് ചേച്ചി പറഞ്ഞു. ഇനി വരുമ്പോൾ ഞങ്ങൾ എതിർത്ത് നിൽക്കും. ഞങ്ങൾ നിൽക്കാതിരിക്കാൻ പറ്റില്ല. ഇങ്ങനെ ഒരു അനുഭവം ഇത്രയും ഉണ്ടായിട്ടില്ല. ഇപ്പോഴാണ് ഇത്രയും അനുഭവം ഞങ്ങൾക്ക് വന്നത്. സുഖമില്ലാത്ത ഒരാളുണ്ടായി, അതിനെ പോലീസ് ഇവിടെ ഇട്ട് ചവിട്ടി കൂട്ടി ആ കൊണ്ടുപോയി. പിന്നെ മറ്റു പോലീസ് ആ മിനിന്ന് പറഞ്ഞതിനെ അടിച്ചു, ലാത്തിക്ക് അടിച്ചു, അതിനെ ചവിട്ടി കൂട്ടി. പിന്നെ ഇവിടുത്തെ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ചവിട്ടിക്കൂട്ടി പോലീസ് അറസ്റ്റ് ചെയ്ത് അവർ കൊണ്ടുപോയിട്ടുണ്ട്. ആശുപത്രിയിലാണോ ഞങ്ങളോടൊന്നും അറിയില്ല. ഇത്തരത്തിൽ ഓരോരുത്തരുടെയും അവസ്ഥ വളരെ ദയനീയമാണ്. പലർക്കും പരിക്കേറ്റിട്ടുണ്ട്, പലരെയും ബലം പ്രയോഗിച്ച് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഒക്കെ ദയനീയ കാഴ്ചകളും മനുഷ്യത്വരഹിതമായ കാഴ്ചകളൊക്കെയാണ് അവർ പറയുന്നത്. കാണുന്നില്ല. അപ്പോൾ ഒന്ന് സനീഷ, മഞ്ജു, സനി, മഞ്ജു, ഇന്ദുലേഖ. പോലീസുകാരോട് ചോദിച്ചു, അവിടെ അന്വേഷിച്ചപ്പോൾ കണ്ടത് ഇല്ല. ഇതിപ്പോൾ ഇവിടെ പോലീസുകാരോട് ചോദിച്ചു. പോലീസുകാരോട് പറഞ്ഞ് ഇവിടെ ആരും കാണാത്തതുകൊണ്ടാണ് നമ്മൾ അന്വേഷിച്ചത്. എന്ത് പറ്റിയ പോലെ ബോധം കെട്ടി പോകണമെന്നപ്പോൾ വീടുകളെ വീടില്ല. അപ്പോൾ ഞങ്ങൾ പോലീസുകാരുടെ സ്റ്റേഷനിലേക്ക് ഏതെങ്കിലും വനിതകളെ കൊണ്ടുപോയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പോലീസുകാരൻ പറഞ്ഞു 3 വനിതകളെ കൊണ്ടുപോയിട്ട് ഒരാൾ ഹോസ്പിറ്റലിൽ കൊണ്ടുണ്ട്. അപ്പോൾ റോട്ടിൽ നിന്നവർ പറഞ്ഞാൽ 3-4 പുരുഷ പോലീസുകാരാണ് പിടിച്ച് ജീപ്പിലേക്ക് കയറ്റി കൊണ്ടുപോയി എന്ന് പറഞ്ഞു. സ്റ്റേഷനിലുണ്ടെന്ന് ഈ പോലീസുകാരൻ പറയുന്നുണ്ട്. ഞങ്ങൾ അന്വേഷിച്ചിട്ട് കണ്ടിട്ടില്ല, എങ്ങനെയാണെന്നറിയില്ല. 3 വനിതകളെ പോലീസ് കൊണ്ടുപോയിട്ടുണ്ട്. പരിക്കും എല്ലാവർക്കും ചവിട്ടും. 2 പേരുണ്ട്. ഒന്ന് ആ വീട്ടിൽ ചന്ദ്രൻ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലുണ്ട്. പിന്നെ അതിന്റെ ഭാര്യ തങ്കമ്മ. ഈ കൊച്ചുമ്മല്ല. ഇത്തരത്തിൽ പോലീസ്
ഇവിടെ നിന്നും മാറ്റിയ ആളുകളുണ്ട്, പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയവരുണ്ട്. അതിൽ സ്ത്രീകളും ഒപ്പം പുരുഷന്മാരും എല്ലാം ഉണ്ട് എന്നാണ് ഇവർ പറയുന്നത്.